ഫുൾ എൽ ഷേപ്പിൽ വെൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുന്ന് അവിടെ വരെ വരേണ്ട ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ മാസ്റ്ററായിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനം നമ്മളിവിടെ മാറ്റി വെക്കും. ഇതിപ്പോൾ നമ്മൾ വെൽഡ് ചെയ്തെടുക്കില്ല. കാരണം നമുക്ക് ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ 90 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഗ്ലാസ്സിന് പ്രൊജക്ഷൻ വരണം. അപ്പോൾ 90 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 60 സെൻറ്റിമീറ്റർ ഉണ്ടാവും ഫസ്റ്റിലത്തെ അതിൻ്റെ സെൻറ്റർ വരും. പിന്നെ എല്ലാം 90 സെൻറ്റിമീറ്ററിലാണ് വരുന്നത്. കാരണം 3 അടിയുടെ കറക്റ്റ് ഗ്ലാസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേസ്റ്റേജ് ഒന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തേക്ക് ഇവിടുന്ന് എത്രത്തോളം ആ സെൻറ്റർ വരുന്നുണ്ടോ നോക്കിയിട്ട് ഇപ്പോൾ ഓരോ എല്ല് ഇപ്പോൾ 90 ടു സെൻറ്റർ 90 വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യും, പിന്നെ അടുത്ത സെറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഏകദേശം ഒരു 10-11 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് വരുന്നുണ്ട്. 1-7 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് സൈഡിലേക്ക് ആക്കിയിട്ടാണ് എൻ്റെ ക്ലയൻറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഇത് ഇവിടെ വരെ വരുന്ന സമയത്തേക്ക് 12 ഫീറ്റിൻ്റെ കറക്റ്റ് ഗ്ലാസ്സാണ്. ഇത്ര മാത്രമേ പ്രൊജക്ഷൻ വരുന്നുള്ളൂ നമുക്കിപ്പോൾ. അപ്പോൾ ആ ഒരു പ്രൊജക്ഷനിൽ എന്തായാലും ഷെയ്ഡ് അവിടെ നിന്ന് എന്തായാലും ചാറ്റൽ മഴ വരുന്ന സമയത്തേക്ക് ചാറ്റൽ വരാനുള്ള